മഹാരാഷ്ട്രയിലെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിനായി മഹാനഗരം തയ്യാറെടുക്കുമ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളുമായി മുംബൈ മലയാളികൾ. മഹാരാഷ്ട്രയിൽ 25 ലക്ഷത്തോളം മലയാളികൾ ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഒരു വോട്ട് ബാങ്ക് ആവാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണങ്ങൾ നിരത്തുകയാണ് ഇവരെല്ലാം. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിഭാഗം സീറ്റുകളും കിട്ടുമെന്ന് കട്ടായം പറയുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ പ്രിൻസ് വൈദ്യൻ. മെജോറിറ്റി ഓഫ് ദ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നുള്ളതാണ് എന്റെ ഒരു പൊളിറ്റിക്കൽ അനലൈസ്. നരേന്ദ്രമോദിക്കെതിരെ മറാഠ വികാരം ആളിക്കത്തിയിരിക്കുകയാണെന്നാണ് കാരണമായി പ്രിൻസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടുത്തെ മറാഠകൾ മഹാരാഷ്ട്രക്കാർ എല്ലാം ഒന്നായിരിക്കുകയാണ്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ശിവസേന ഉദ്ധവ് ഠാക്കറെ നക്കിളിയാണെന്ന് പറഞ്ഞതും മറാഠികൾക്ക് ആധിപത്യവും ശക്തിയും ബലവും ഉണ്ടാക്കിക്കൊടുത്ത ബാൽ ഠാക്കറയുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ഈ ഗുജറാത്തികൾ വന്ന് ചെയ്തു എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട്. രണ്ടാമത്, അജിത് പവാർ ശരത് പവാറിനെ വഞ്ചിച്ചതുകൊണ്ട് ആ ഗ്രൂപ്പിൽ പെടുന്നതും ശരത് പവാർ ഓരോ നിയോജക മണ്ഡലത്തിൽ പോയി ഇതിനെ ഇലക്ഷൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും ഒരു മറാഠ വികാരം ആളിക്കത്തുകയാണ് ഉണ്ടായത്. കൂടാതെ മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ മുസ്ലിം സമുദായത്തെയും അകറ്റാൻ കാരണമായി. കാശ്മീർ ടു കന്യാകുമാരി ഫൗണ്ടേഷൻ പ്രസിഡന്റ് കൂടിയായ പ്രിൻസ് കൂട്ടിച്ചേർക്കുന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ മലയാളികൾ ഒരു വോട്ട് ബാങ്കാകത്തിന്റെ കാരണങ്ങൾ നിരത്തുകയാണ് ഇവരെല്ലാം. മലയാളികൾ ഇവിടെ ഒരു വോട്ട് ബാങ്കായിട്ട് മറ്റുള്ളവർ കണക്കാക്കുന്നില്ല. ബദ്ലാപൂർ മലയാളി സമാജം സെക്രട്ടറി സുരേഷ് കുമാർ പറയുന്നു. മലയാളികൾ സ്വന്തം തട്ടകത്തിൽ നിന്ന് മാത്രമാണ് പ്രവർത്തനങ്ങളെന്നും ഇതിനൊരു മാറ്റം വേണമെന്നുമാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമായ രമേശ് കലമ്പോലി പറയുന്നത്. ഇവിടുത്തെ പൊതുമേഖലകളിലൊന്നും മലയാളികൾ സഹകരണം വളരെ കുറവാണ്. അവരവരുടെ കാര്യം, കുടുംബം, അല്ലെങ്കിൽ അവരുടെ ജോലി, വിദ്യാഭ്യാസം, തൊഴിൽ, ആ മേഖലകളിലൊക്കെ കൂടുതൽ വ്യാപൃതരാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യം, അത് മലയാളികൾക്ക് പറ്റുന്നൊരു പരാജയം തന്നെയാണ്. കാരണം മലയാളിയിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു അവസ്ഥ, അത് മാറണം മലയാളികളുടെ. എന്നാൽ സിനിമാ സീരിയൽ നടനായ ശ്രീകണ്ഠൻ നായർ പറയുന്നത് ഇങ്ങനെ: കാരണം ആർക്ക് വോട്ട് ചെയ്താലും ഒരു പ്രയോജനമില്ല. ഇതാണ് സത്യാവസ്ഥ. സമാനമായ അഭിപ്രായമാണ് എഴുത്തുകാരനും നിരൂപകനുമായ നിരണം കരുണാകരനും പങ്കുവച്ചത്. എല്ലാ മലയാളികൾക്കുള്ള ഒരേ ഒരു ധാരണ, ഏതു പാർട്ടി ജയിച്ചു വന്നു കഴിഞ്ഞാലും മലയാളിക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളൊരു തോന്നലാണ് ഇവരെ ഈ ഇലക്ഷൻ വോട്ടിങ്ങിൽ നിന്ന് പിന്നിലേക്ക് നയിച്ചത്. മഹാരാഷ്ട്രയിലെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിനായി മുംബൈ നഗരം തയ്യാറെടുക്കുമ്പോഴാണ് നഗരത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മലയാളികൾ പ്രതികരിച്ചത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.